നമസ്കാരം. എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ പോഡ്കാസ്റ്റിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം പതിവ് പോലെ തന്നെ ശ്യാം സാറുണ്ട്. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് അബ്ദുൽ ലത്തീഫ് സാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് വരുന്ന ഒരാള് എങ്ങനെ അത് പഠിച്ചു തുടങ്ങണം? ഫോർച്ചുനേറ്റ്ലി കുറെ മോട്ടിവേഷൻ ട്രെയിനേഴ്സും കുറെ ഫോൾസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഫിറ്റ്സ്, അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ശരിക്കും ഉപയോഗിക്കണം. ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഇതൊന്നും ആയിരിക്കില്ല, വേറെ ടൂൾസ് ആയിരിക്കും. പക്ഷെ ഈ അടുത്ത് കാർത്തിന്ന് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ ഒരു ഗ്രൂപ്പില് ഒരു SEO ഒരു ട്രെയിനർ പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്ത പോലത്തെ ഒരു പ്രത്യേക റാങ്കിങ് ഫാക്ടർ, നമ്മൾ ആരും കേൾക്കാത്തൊരു റാങ്കിങ് ഫാക്ടർ, ഇതിങ്ങനെ സൈറ്റ് എന്താവട്ടെ, പക്ഷെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു അത് തെറ്റാണ്. ഞാൻ അവിടെ ഇതുപോലൊരു ബാച്ച് തുടങ്ങിയിട്ട് എന്റെ തോട്ട് ഞാൻ അവിടെ ഇൻവൈറ്റ് ചെയ്യാൻ നോക്കും. ഉടനടി ഫസ്റ്റ് ബാച്ച് തന്നെ എനിക്കെതിരെ കലാപം. ലത്തീഫ് സാറിനെ അബ്ദുൽ ലത്തീഫ് സാറിനെ നമുക്ക് കൂടുതലായിട്ട് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്മ്യൂണിറ്റിയിൽ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല യഥാർത്ഥത്തില്. ഞാൻ അദ്ദേഹത്തിന് ശരിക്കും പറയാറ് പൊതുവെ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ഒരു തോട്ട് ലീഡർ ആയിട്ടാണ്. സാറിന് ഇപ്പൊ പല ആളുകളും നോക്കിക്കാണുന്ന ഒരു വലിയൊരു മെന്ററായിട്ടാണ്. നമ്മളത് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ അടുത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം സാറിനെ നേരിട്ട് കാണാനായിട്ട് വന്നപ്പോ ഒരുപാട് ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ സാറിനെ കാണാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഞാൻ ഇന്ന് തന്നെ പറയാം, കാത്തു നിൽക്കുകയാണ് കുറെ നേരമായിട്ട് അവിടെ. തീർച്ചയായിട്ടും അത് മെന്റർഷിപ്പ് എന്ന് കാർത്തിക് ഭായി പറയുമ്പോൾ ഇവിടെ വേറൊരു പോയിന്റ് യോജിപ്പിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ മെന്റർഷിപ്പ് ഞാൻ തുടങ്ങിയ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു എക്കോസിസ്റ്റത്തെ ഞാൻ പൊളിക്കാൻ കാര്യമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് തുടക്കത്തിലൊന്നും ഞാൻ വിജയിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അത് ശരിയായ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ചിന്തിക്കാൻ തുടങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ടുകളെല്ലാം ആ രീതിയിലേക്ക് കോഴ്സിന് ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളെ സൺഡേ ചർച്ചകൾ കൃത്യമായിട്ട് അവർ നോക്കാൻ തുടങ്ങി. നമ്മൾ എത്ര കണ്ട് സീരിയസ് ആണ് ഈ വിഷയത്തിൽ നിന്ന് നമ്മൾ പല രീതിയിലും അവർ ഇൻവെസ്റ്റിഗേഷൻ നടത്തി, ടെസ്റ്റിംഗ് നടത്തി. ഇപ്പൊ അവർക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്താ വെച്ചാൽ നമ്മൾ പറയുന്നതാണ് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുക എന്നുള്ളത് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുകയാണെങ്കിൽ എന്നാൽ കഴിയുന്ന ഒരു ചെറിയ സംഭാവന ഈ കമ്മ്യൂണിറ്റിക്ക് തന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. സാർ, അതുപോലെ ഇതിനകത്തേക്ക് വരുന്ന ആളുകൾ ഈ പൊതുവെ ഒരുപാട് ഈ പറഞ്ഞ പോലെ പല ഉപദേശങ്ങളും ഒക്കെ ചോദിക്കാറുണ്ടാവും. എന്നാലും പല ആളുകൾ എപ്പോഴും വിളിച്ചു ചോദിക്കുന്നത്, ഇപ്പൊ എന്നോടായാലും ശ്യാം സാറിനോടായാലും അബ്ദുൽ ലത്തീഫ് സാറിനോടായാലും, അത് മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വേറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ വേറെ ഉണ്ടല്ലോ, അവരോടൊക്കെ ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. അതെ, അപ്പൊ അവരോടൊക്കെ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം, ചില ആളുകള് ഈ പറഞ്ഞ പോലെ നമ്മളും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റിയിൽ വന്നപ്പോ ഏറ്റവും കൂടുതൽ കേട്ടൊരു വിഷയം എന്ന് പറഞ്ഞാല്, ഇത് പഠിക്കാൻ പോയിട്ട് ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടി, ഒന്നും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിട്ട് വരുന്ന ഒരാള് എങ്ങനെ അത് പഠിച്ചു തുടങ്ങണം? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റായ കാര്യമൊന്നുമല്ല. പക്ഷെ എങ്ങനെയാണ് ഒരുപാട് പരസ്യങ്ങളൊക്കെ വരുന്നു, വലിയ രീതിയിലെ പരസ്യങ്ങൾ, ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതറ്റം വരെയും പോകുന്ന ഒരു സ്ഥിതി ഇന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞതാണ്, ഇതിന്റെ ഇടയിൽ നിന്ന് നല്ലത് എങ്ങനെ കണ്ടുപിടിക്കും? സാറിന് ഇതിനകത്ത് എന്താ പറയാനുള്ളത്? എങ്ങനെ ഒരു തുടക്കം ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരുന്ന ഒരു നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചൂസ് ചെയ്ത്, നല്ല മെന്റേഴ്സിനെ ചൂസ് ചെയ്ത് എങ്ങനെ ഇതിനകത്തേക്ക് വരാൻ പറ്റും പഠിക്കാനായിട്ട്? അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അത് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട്. അതായത് നമ്മൾ കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്നത് 2 പേഴ്സ്പെക്റ്റീവിലാണ്. ഒരു പേഴ്സ്പെക്റ്റീവ് എന്ന് വെച്ചാൽ അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാക്കിയെടുത്ത ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഞാൻ പറയുകയാണെങ്കിൽ അതൊരു ഫാൾസ് പേഴ്സ്പെക്റ്റീവാണ്. ആ പേഴ്സ്പെക്റ്റീവ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കൽ സ്റ്റഫുകളെ വളരെ കൃത്യമായ രൂപത്തിൽ കുട്ടികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസോട് കൂടി പഠിപ്പിച്ചു കൊടുക്കും. എക്സാമ്പിൾ പറഞ്ഞ SEO എന്താണ്, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് എന്താണ്, അതല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം എന്താണ്, ഈ പ്ലാറ്റ്ഫോം എന്താണ്, ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പേഴ്സ്പെക്റ്റീവ്. രണ്ടാമത്തെ പേഴ്സ്പെക്റ്റീവ് എന്താ വെച്ചാൽ, ഇവിടെ കുറെ ഈ പറയുന്ന എക്കോസിസ്റ്റത്തിലുള്ള കുറെ എന്താ പറഞ്ഞ അൺഫോർച്ചുനേറ്റ്ലി കുറെ മോട്ടിവേഷൻ ട്രെയിനേഴ്സും കുറെ ഫോൾസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഫിറ്റ്സ്, അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ ശരിക്കും ഉപയോഗിക്കണം. അവരെല്ലാവരും ചെയ്തു വെച്ചൊരു പരിപാടി എന്താ വെച്ചാൽ, ഈ കമ്പനികളോട് പോയിട്ട് പറയും ഇപ്പൊ ഒരു മുതലാളിയോട് ചെന്ന് സംസാരിക്കുകയാണ്. എക്സാമ്പിൾ, നമ്മൾ 3 പേരൊരു മുതലാളിയാണെന്ന് വിചാരിക്കുക, ഒരു പ്രൊഡക്റ്റിന്റെ. നമ്മളോട് പറയാം, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഞങ്ങൾക്ക് ഇത്ര രൂപ തരിക, അപ്പൊ ഞങ്ങൾ അടുത്ത മാസം മുതൽ നിങ്ങൾക്ക് ഇത്ര ലീഡ് കൊടുന്നു തരും,
നിങ്ങൾക്ക് സെയിൽ ഇത്ര വർദ്ധിപ്പിച്ചു തരും, നിങ്ങൾ ആകെ പൊന്തും, നിങ്ങൾ ആകാശത്തേക്ക് എത്തും എന്നൊക്കെ കണ്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോ മുതലാളി ചിന്തിക്കുന്നത് എന്താണ്? മുതലാളിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഇത് വെറും സെയിൽ വർദ്ധിപ്പിക്കുന്ന ഒരു ഉപകരണമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിൽ ഇത് എന്താ വെച്ചാൽ കുറെ സാങ്കേതിക കാര്യങ്ങൾ പഠിക്കുന്നതാണ് കുട്ടികളുടെ പേഴ്സ്പെക്റ്റീവിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. കാരണം ഞാൻ ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരളത്തിലെ ഒരു പ്രമുഖ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സിലബസ് പഠിച്ചൊരു കുട്ടിനെ ഞാൻ വെറുതെ ഒന്ന് ഇന്റർവ്യൂ നടത്തി. കുട്ടിയോട് ഞാൻ ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇത് പഠിക്കണം എന്ന് വെച്ചാൽ കുട്ടി എടുത്തേക്ക് കഴിഞ്ഞു, സാറേ ഞങ്ങൾ തുടക്കത്തിൽ തന്നെ SEOക്ക് ചാടുകയാണെന്ന്. ഞാൻ പറഞ്ഞു SEOക്ക് ചാടുക ആ എന്ത് പരിപാടിയാണെന്ന്? SEO അപ്പൊ നിങ്ങൾക്ക് ഓഡിയൻസിനെ ഡിഫൈൻ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനും പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാനും മാർക്കറ്റ് റിസർച്ച് ഒന്നുമില്ല. ഒന്നുമില്ല, ഞങ്ങൾ ഉടനടി SEOക്കാണ് പോവുകയാണെന്ന്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. അപ്പോ അങ്ങനെ പറഞ്ഞ് പിന്നെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞു SEOക്ക് ഞങ്ങൾ പ്രാധാന്യമൊന്നും കൊടുക്കണില്ല, ഞങ്ങളുടെ പ്രാധാന്യം ഫുള്ള് കെടുക്കുന്നത് ഫേസ്ബുക്കിലാണ്, ഫേസ്ബുക്കില്ലാതെ ഈ ലോകം ഓടില്ല എന്നാണ്. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, അത് നമ്മൾ കുട്ടികളെ ഒന്നും പറയാൻ പറ്റില്ല. കുട്ടികളൊന്നും പറയാൻ പറ്റാത്തതിന്റെ റീസൺ എന്താ? കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് അറിയാം കുട്ടികളുടെ മനസ്സിലേക്ക് നമ്മൾ ഇംബൈബ് ചെയ്യുന്ന തോട്ടാണ് പിന്നെ കുട്ടികൾ എന്ത് ചെയ്യുക, ഇന്റർപ്രറ്റ് ചെയ്യുക. കുട്ടികൾക്ക് അതേ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പൊ അങ്ങനത്തെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് കുട്ടികൾ എന്ത് ചെയ്യും, കുട്ടികൾ ഈ പ്രോസസ്സാണ് കുട്ടികൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഞാന് കൊച്ചിയിലുള്ള ബീക്ക ആഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഇതുപോലെ ചെറിയൊരു രീതിയിലുള്ള ഒരു മെന്റർഷിപ്പ് ഞാൻ അവിടെ കൊടുത്തിരുന്നു. ഇപ്പൊ ചെറിയ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ ഇതുപോലൊരു ബാച്ച് തുടങ്ങിയിട്ട് എന്റെ തോട്ടം ഞാൻ അവിടെ ഇംബൈബ് ചെയ്യാൻ നോക്കി. ഉടനടി ഫസ്റ്റ് ബാച്ച് തന്നെ എനിക്കെതിരെ കലാപം ഇറക്കിയിട്ട് അവർ പറഞ്ഞ് ഇത് ഇയാൾ പഠിപ്പിക്കുന്ന രീതി ഒന്നല്ല യഥാർത്ഥ രീതി. കാരണം കേരളത്തിലുള്ള ഇയാൾ ഒരു മഹാനുമല്ല, കേരളത്തിൽ കുറെ ആ മഹാന്മാരെല്ലാം പറയണതാണ് സത്യം, നിങ്ങൾക്ക് ഒരു വിവരമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് ഇങ്ങനെ കുറെ ആൾക്കാരെ പേര് എന്നോട് പറഞ്ഞു. അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്, ഞാൻ അവരെ മോശം പറയാനൊന്നും തയ്യാറില്ല. ഇവരൊക്കെ പഠിപ്പിക്കുന്നത് സാങ്കേതിക കാര്യങ്ങളാണ് കൂടുതലും, സാങ്കേതികത്തിലാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ പറയുന്ന ബിസിനസ് ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതിൽ ഒരു പയ്യൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, ലത്തീഫ് സാർ നിങ്ങൾ തളരണ്ട, കാരണം തുടക്കത്തിൽ ഒരു റെവല്യൂഷൻ കൊണ്ടുവരുന്ന സമയത്ത് അതിന് ഒരുപാട് ആൾക്കാർ കുത്താൻ ബാക്കുന്നുണ്ടാവും, നിങ്ങൾ അതിന് തളരാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും പക്ഷെ നമുക്ക് മാനസികമായിട്ട് അപ്പോഴും വിഷമുണ്ട് ഉള്ളിൽ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ പറഞ്ഞത് ഒരു യഥാർത്ഥ രീതിയാണെന്നുള്ളത്. പിന്നെ അതിനെ എനിക്ക് ഒന്നുകൂടി ശക്തി കിട്ടിയത് നമ്മൾ ഈ കമ്മ്യൂണിറ്റി തുടങ്ങിയപ്പോഴാണ്. അപ്പൊ സാറ് ചോദിച്ച പോയിന്റിലേക്കാണ് ഞാൻ വീണ്ടും ഇത് വരുന്നത്. ഞാൻ ഈ പോയിന്റിലേക്ക് വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ ഒരു പുതിയ സ്റ്റുഡന്റ് ഇത് പഠിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ കൊടുക്കുന്ന ഉപദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ എനിക്ക് തരാനുള്ള ഒരു ഉപദേശം ബിസിനസ്സും ഈ കുട്ടിക്ക് അറിയണം, ഈ കുട്ടിക്ക് സാങ്കേതികത്വം അറിയണം. അതായത് ഒരു ഓഡിയൻസിന് ഒരു പ്രൊഡക്റ്റ് മേടിക്കാനുള്ള, ഒരു പ്രൊഡക്റ്റ് ശരിക്ക് സെല്ല് ചെയ്യാനുള്ള, ആർക്കാണോ സെല്ല് ചെയ്യുന്നത് ആ സെല്ല് ചെയ്യുന്ന മനുഷ്യന്റെ സ്വഭാവം എന്താന്ന് മനസ്സിലാക്കാതെ, അയാൾ ആവശ്യം എന്താന്ന് മനസ്സിലാക്കാതെ, അയാൾ എവിടെ കൊണ്ടുപോയിട്ട് ഈ സാധനം വിൽക്കണം എന്ന് മനസ്സിലാക്കാതെ ഈ കുട്ടിക്ക് കുറെ സാങ്കേതിക പദങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടോ സാങ്കേതിക കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടോ കാര്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ബ്രെയിൻ സൊല്യൂഷൻസും അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പെട്ട പിന്നെ തുടങ്ങിയ പല ആൾക്കാരും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചിന്താഗതി അവർ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ എനിക്ക് സന്തോഷം തോന്നിയ ഒരു വിഷയമുണ്ട്. ഇതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനത്തിന്റെ മുതലാളി എന്നെ വന്നിട്ട് ഒരിക്കൽ കണ്ടു. അവൻ വന്നിട്ട് എന്നോട് ഒരു ദിവസം എന്നെ വന്ന് കണ്ടിട്ട് എന്റെ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന റൂമിൽ വന്ന് എന്നോട് കണ്ടിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ എഴുതിയെടുത്തപ്പോ എന്റെ മനസ്സിൽ എനിക്കൊരു സന്തോഷം തോന്നി. കാരണം എന്താന്ന്, എന്നിട്ട് മൂപ്പര് സത്യസന്ധനായ ഒരു മനുഷ്യനുമാണ്. സത്യസന്ധനായ മനുഷ്യനായതുകൊണ്ട് പുള്ളി എന്നോട് പറഞ്ഞു, സാറേ ഇന്റെ സിലബസ് ഇതാണ്, ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചാളി തന്നെ. ഓക്കെ, നിങ്ങളൊന്ന് നോക്കിക്കളി. അങ്ങനത്തെ സിറ്റുവേഷൻ വന്ന സമയത്ത് ഞങ്ങൾ രണ്ടാളും കൂടി അതിനൊന്ന് അലൈൻ ചെയ്ത് കൊടുത്തു. അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള എന്റെ ഒരു ലോജിക്ക്, എന്റെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് അതിനെ നിങ്ങളും യോജിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാങ്കേതികത്വം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് കൂടി അറിയാത്തൊരു വ്യക്തിക്ക് എന്റെ കാഴ്ചപ്പാടിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഒരു 3 വർഷത്തിലപ്പുറം സ്കോപ്പ് ഞാൻ കാണുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ആ വാക്ക് ഞാൻ കൃത്യമായിട്ട് പറയാം. അതിന്റെ കാര്യം കൃത്യമായിട്ട് പറയാൻ കാരണം, ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇപ്പൊ നമ്മളൊരു 5 വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന തൊഴിൽ അക്കൗണ്ട് മാനേജറാണ്. നമ്മുടെ പിന്നെ കരിയർ അഡ്വാൻസ്മെന്റ് അവിടെ എന്താണ്, ഈ പറയുന്ന അക്കൗണ്ട് മാനേജറാണ്. അക്കൗണ്ട് മാനേജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് കൃത്യമായ വിധത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, രണ്ടാമത്തെ വിഷയം ആൾക്ക് ബിസിനസിന്റെ പേഴ്സ്പെക്റ്റീവിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ള കഴിവ് വേണം. അത് കഴിവില്ലെങ്കിൽ അയാൾക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം ടെക്നിക്കൽ ആസ്പെക്ട് വളരെ സ്പീഡായിട്ട് ചേഞ്ച് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
ആ കാലഘട്ടത്തിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് ബിസിനസിന്റെ ഫണ്ടമെന്റൽസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കത് അവതരിപ്പിക്കാൻ സാധിക്കില്ല. അതെ അതെ, സാറ് പറയുന്ന ഈ കാര്യം കറക്റ്റ് ആണ്. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പല ലേയേഴ്സ് ഉള്ള ഒരു ആർട്ടാണ്. പല രീതിയിൽ അതിനൊരു കമ്മ്യൂണിക്കേഷൻ ലേയേഴ്സ് ഉണ്ട് അതിന്. ആ ഓരോ ലെവലിലും നമ്മൾ ആ കറക്റ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുകയും വേണം. അത് മാത്രമല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നുള്ളത് മാത്രമല്ല, ആക്ച്വലി ഇന്ന് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, വലിയ ഓർഗനൈസേഷനുകൾക്ക് അവരുടെ അജണ്ടാസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ, അവയർനെസ് പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉപയോഗിക്കാം. ഇത് ആക്ച്വലി ബിസിനസ് മാത്രമല്ല, ഈ പറഞ്ഞ പോലെ വലിയ പ്രൊപ്പഗാൻഡ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ ലൈഫിനെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങൾക്കും പല മേഖലകളിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇത് മിക്കവാറും പഠിപ്പിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ബിസിനസ് രീതിയിലേക്ക് മാത്രമായിട്ടാണ്. പക്ഷെ നമ്മൾ കൺസെപ്റ്റ്വലായിട്ട് ആ ഒരു കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് ഇത് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. അങ്ങനെയാണെങ്കിലേ ഇതിനൊരു സാധ്യതയുള്ളൂ. പക്ഷെ പല സമയത്തും ഈ പ്ലാറ്റ്ഫോമിന്റെ ഫാന്റസിയിലേക്കാണ് ആളുകൾ കൊണ്ടുപോകുന്നത്. പ്ലാറ്റ്ഫോമിന്റെ ആ വാക്ക് തന്നെ ഞാൻ ഉപയോഗിക്കുന്നത്, പ്ലാറ്റ്ഫോമിന്റെ ഫാന്റസിയും അതിന്റെ ടെക്നിക്കാലിറ്റിയും. സാറിന് അറിയാം, നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ മിക്കവാറും വരുന്ന ചോദ്യങ്ങൾ അതിന്റെ ടെക്നിക്കാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. കൺസെപ്റ്റുവലായിട്ട് ചില സമയത്തൊക്കെ നമുക്കറിയാം, ഷെബിനൊക്കെ അതിന്റെ ഒരു വലിയ തോട്ട് പ്രോസസ് ഒക്കെ പറയുന്ന സമയത്ത് അതിലേക്ക് എത്തേണ്ട ഒരു ഗ്രോത്തിന്റെ ഓരോ സ്റ്റേജുകളെ പറ്റിയൊക്കെ പറയുന്ന സമയത്തേക്ക് ആളുകൾ അതിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഈ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും പല ഒപ്പീനിയനും പറയും. ശ്യാം സാറിനും അതറിയാം. ശ്യാം സാറിന്റെ ഒരു രീതി വെച്ചിട്ട് എങ്ങനെയാണ് ഇത് ഒരാള് ഈ പഠിച്ചു തുടങ്ങേണ്ടത്, ഏത് രീതിയിലാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്? നിങ്ങളുടെ രണ്ടുപേര് പറഞ്ഞതും കറക്റ്റ് തന്നെയാണ്, 100%. ലത്തിഫായി പറഞ്ഞോട് കാർത്തിക് പറഞ്ഞോടും 100% യോജിക്കുന്നു. ഇതിനകത്ത് ബേസിക്കലി നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഫണ്ടമെന്റൽ ഒന്ന് തന്നെ മാർക്കറ്റിംഗ്. ബേസിക്കലി മാർക്കറ്റിംഗ് ആണ് ഇത് ചെയ്യുന്നത്. അത് ത്രൂ ഡിജിറ്റൽ മീഡിയ അല്ലെങ്കിൽ ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ ആകുമ്പോൾ അവരെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് വിളിക്കുന്നേ ഉള്ളൂ. ബേസിക്കലി മാർക്കറ്റിംഗ് ആണ്. അതാണ് ലത്തിഫായി പറഞ്ഞത്. ആദ്യം മാർക്കറ്റിംഗ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. എന്നിട്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ടൂളുകൾ മാത്രമാണ് ഈ പറഞ്ഞ ഓരോ, അത് കാലഘട്ടം അനുസരിച്ച് മാറും. ഇപ്പോ ഫേസ്ബുക്ക് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഇതൊന്നും ആയിരിക്കില്ല, വേറെ ടൂൾസ് ആയിരിക്കും. പക്ഷെ ഈ കാർത്തിക് പറഞ്ഞ പോലെ ഞാൻ ചില ആളുകൾ കാണുന്ന ഒരു പ്രതിഭാസം ഇതാണ്. ചില ആൾക്കാർ ഫേസ്ബുക്ക് അവർക്ക് വേറെ ഒന്നും അറിയില്ല, അവര് ഫേസ്ബുക്കിൽ ആഡ് മാത്രമാണ്, വേറെ ഒന്നും അറിയില്ല. ഇവരുടെ മുമ്പിൽ ഏത് ടൈപ്പ് റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാലും, ഇപ്പൊ ഒരു ഇ കൊമേഴ്സിന്റെ ആവട്ടെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടി ആവട്ടെ, എന്ത് ടൈപ്പ് റിക്വയർമെന്റ് വന്നാലും അവനപ്പം തന്നെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുന്നു, അവർക്ക് വേണ്ടി ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കുന്നു, കഴിഞ്ഞു. അവന് അത്രേ അറിയുള്ളൂ. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഗൂഗിൾ ആഡ് ആയിരിക്കും. ചില ആളുകൾക്കോ എന്ത് വന്നാലും SEO മാത്രമായിരിക്കും. ആക്ച്വലി ഇതിന്റെ ബാക്കില് ആദ്യം നമ്മുടെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവരുടെ ബിസിനസ്സിനെ, ആ ക്ലയന്റിനെ നമ്മൾ വളരെയധികം പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനെ ബേസ് ചെയ്ത് അവർക്ക് വേണ്ടി ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നിട്ട് ഈ സ്ട്രാറ്റജീനെ ഏത് പ്ലാറ്റ്ഫോമിലൂടെ, ചില സമയത്ത് ഒമ്നി ചാനൽസ് ആയിരിക്കാം, പല രീതികളായിരിക്കാം. അപ്പൊ ആ സമയത്ത് മാത്രം വരുന്ന ടൂളുകളാണ് ഈ മെറ്റ ആഡും ഗൂഗിൾ ആഡും എന്നൊക്കെ പറയുന്നത്. പക്ഷെ നിർഭാഗ്യം വെച്ചാല് ഈ എൻഡിലാണ്, അതായത് ഒരു വലിയ പ്രോസസ്സിന്റെ ഏറ്റവും എൻഡിൽ കിടക്കുന്ന ഈ ടൂളുകളെ മാത്രമാണ് നിർഭാഗ്യവശാൽ ഇവർ പഠിച്ചിറങ്ങുന്നത്. ബാക്കിയുള്ളത് പഠിപ്പിക്കുന്നതിനും ഒരു പരിധിവരെയൊക്കെ സത്യം പറഞ്ഞ ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് ഈ പറഞ്ഞ അതിലൊരു ബിസിനസിന്റെ മൊത്തം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വലിയ മേഖലയാണ്, മാർക്കറ്റിംഗ് മൊത്തം പഠിപ്പിക്കുക എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ ആകാനായിട്ട് ആഗ്രഹിച്ച ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജസ്റ്റ് ഒരു മെറ്റ ആഡോ ഗൂഗിൾ ആഡോ SEOന്റെ കുറച്ച് കാര്യങ്ങളോ മാത്രം പഠിച്ചതുകൊണ്ട് ലത്തിഫായി പറഞ്ഞ പോലെ നിങ്ങളൊരു മികച്ച ഡിജിറ്റൽ മാർക്കറ്റർ ആവില്ല. ലോങ് ടൈമിലേക്ക് നിങ്ങൾക്ക് ഒരു എന്താ പറഞ്ഞ ഒരു വളരെ സസ്റ്റൈനബിൾ ആയിട്ട് അതിനകത്ത് പോകാനും പറ്റില്ല. ആദ്യം നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് മാർക്കറ്റിങ്ങിന്റെ ബാക്കിൽ അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ്. ഇപ്പൊ കാർത്തിക് പറഞ്ഞോട്ട് എപ്പോഴും ബിസിനസ് മാത്രമല്ല, ചില ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഓരോ എന്തും നമ്മൾ എന്ത് ചെയ്യും, മറ്റൊരാളുടെ മാനസിക ഇതിനകത്ത് മനസ്സിൽ ഒരു ഇൻഫ്ലുവൻസ് ആയിട്ട് എന്തുണ്ടാക്കാൻ ശ്രമിക്കുന്നതൊക്കെ മാർക്കറ്റിംഗ് തന്നെയാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണെങ്കിലും ഇമെയിൽ മാർക്കറ്റിംഗ് ആണെങ്കിലും അതിലൊക്കെ പല മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ആദ്യം എവിടെ നിങ്ങൾ പഠിച്ചാലും നിങ്ങൾ ആദ്യം നല്ലൊരു മാർക്കറ്റർ ആവുക, മാർക്കറ്റിംഗ് ബുദ്ധി വരിക. മാർക്കറ്റിംഗ് ചെയ്യാൻ നല്ല മാർക്കറ്റർ ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിലുള്ള റിക്വയർമെന്റ്, ആ ക്ലയന്റ് ഉദ്ദേശിക്കുന്ന കാര്യം, അവരുടെ ഓഡിയൻസ്, അവരുടെ ഇന്റന്റ്, ഇതിനെ
ഏറ്റവും നന്നായി അനലൈസ് ചെയ്യാൻ പറ്റുക, അതിന് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുക, അവരിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ ആലോചിക്കാൻ പറ്റുക, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക, അവരുടെ പെയിൻ പോയിന്റ്സ് മനസ്സിലാക്കാൻ പറ്റുക, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ വെറും സൈക്കോളജിയാണ്. ഇതിനകത്ത് ഒരു ടൂളില്ല, കൃത്യമായി പറഞ്ഞിട്ട് ഒരു സാങ്കേതികത്വോ ഒരു ടെക്നോളജി യാതൊന്നും. നമ്മുടെ തോട്ട് പ്രോസസ്സാണത്. അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ കാണാത്ത ഒരു പറ്റം ആളുകളെ നമ്മൾ ഡിഫൈൻ ചെയ്യണം. അവൻ ഇന്നാണ്, ഇങ്ങനെയാണ്, അവനിലേക്ക് എത്താൻ നമ്മൾ ഇങ്ങനെ കാര്യങ്ങൾ അത് വലിയ പ്രോസസ്സ്, അതിലേക്കൊന്നും പോകുന്നില്ല. അതിനൊക്കെ എത്താനുള്ള കുഞ്ഞു കുഞ്ഞു ടൂളുകൾ മാത്രമാണ് നമ്മൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകൾ എന്ന് പറഞ്ഞ് മിക്ക സ്ഥലങ്ങളിലും നമ്മൾ പഠിക്കുന്നത്. ഉറപ്പായിട്ടും നമ്പർ 1 പോയിന്റ് നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റ് എന്നല്ല, എന്തായാലും നമ്പർ 1 ആവശ്യം നിങ്ങൾക്ക് ആ ക്ലയന്റിനെ മനസ്സിലാക്കാനും അവരുടെ റിക്വയർമെന്റ് ഗ്രാബ് ചെയ്യാൻ പറ്റണം. അപ്പൊ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന മെന്റർഷിപ്പ് അല്ലാതെ ട്രെയിനിങ് അതൊക്കെ ഉള്ളതിന് ഒരു വാല്യൂ കൂടുതൽ തന്നെയായിരിക്കും. പിന്നെ അതോടൊപ്പം നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിന്റെ എൻഡിൽ വരുന്ന കുറെ ടൂളുകളുണ്ട്. ആ ടൂളുകൾ നന്നായിട്ട് പറഞ്ഞു തരാനും പറ്റുക. ഇത് രണ്ടും പറ്റും. ഒന്ന് മാത്രമായി കഴിഞ്ഞാൽ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിൽ ആവാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളുടെ തീർച്ചയായിട്ട് നമ്മൾ ഒരു മാർക്കറ്റിങ്ങിന്റെ കുറെ സൈക്കോളജി പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ ശരിയാണ്, ഒരു 60% 50% നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അറിയില്ല. മറിച്ച് കുറെ ടൂൾ മാത്രം പഠിപ്പിച്ച് വിട്ടു, ശരി ടൂൾ ഉപയോഗിക്കാൻ അറിയാം, എവിടെ എങ്ങനെ ആർക്ക് വേണ്ടി എന്ത് അത് ചെയ്യാൻ അറിയില്ല. ഈ ടൂൾ ഉപയോഗിച്ച് എന്തെങ്കിലും വേണം. വളരെ കൃത്യമാണ്. ഞാൻ ഇവിടെ ഒരു ചെറിയ പോയിന്റ് ആഡ് ചെയ്യാം. ഒരു ചെറിയ പോയിന്റ്, ഇതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി ഞാനൊരു കമ്പനിയിൽ കൺസൾട്ടിങ്ങിന് പോയപ്പോൾ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഊണ് കഴിച്ചതിന് ശേഷം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് സാറായിട്ടൊന്ന് പേഴ്സണലി സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ തന്നെ കൂടെയുള്ള പിള്ളേരെ നിന്ന് ആയിക്കോട്ടെ ഞങ്ങൾ പോവാണെന്ന്. ഇവൻ അടുത്തേക്ക് പറഞ്ഞു, ഞാൻ 50,000 രൂപ കൊടുത്തിട്ടൊരു സ്ഥാപനത്തിന് ഞാൻ പഠിച്ച വ്യക്തിയാണ്, നിങ്ങൾ ഈ പറയുന്ന കലാപരിപാടിയൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇനി ഇതിനൊരു ഗ്രോത്ത് ഉണ്ടാക്കണം എന്ന്. അങ്ങനെ ഞാൻ കുറെ കാര്യങ്ങൾ അവനക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഇതൊന്നും ഞാൻ എവിടെയും കേട്ടിട്ടില്ല മാഷെ. അപ്പൊ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, അതിനെക്കുറിച്ച് നീ അത്ര പേടിക്കണ്ട. കാരണം എന്താ വെച്ചാൽ ആ പേഴ്സ്പെക്റ്റീവിൽ വന്ന ചെറിയൊരു ചേഞ്ച് മാത്രമാണ് നിനക്ക് വേണ്ടത്. ഇപ്പോ ദൈവം സഹായിച്ച് പിന്നെ ഞാൻ അവനെ കാണാൻ പോണ സമയത്ത് അവൻ വളരെ ഹാപ്പി ആയിട്ട് അവൻ എൻ്റെ അടുത്ത് ഞാൻ അത് ചെയ്തിട്ടാന്ന് എന്നോട് പറയാറുണ്ട്. അപ്പൊ നമുക്കൊരു സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെറിയ രൂപത്തിലുള്ള ഒരു ചേഞ്ച്. അപ്പോൾ ശ്യാം സാറും കാർത്തിക് സാറും ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു പുതുതായിട്ടൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി എന്ത് ചിന്തിക്കണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ 30% അല്ലെങ്കിൽ ഒരു 35% ഓന് കറക്റ്റ് പറഞ്ഞാൽ ബിസിനസ് എന്താന്നുള്ളത് ഓനക്ക് മനസ്സിലായിരിക്കണം. കാരണം ഒരു ക്ലയന്റിനോടാണ് ഓൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ക്ലയന്റിന്റെ ബിസിനസ് അപ്ലിഫ്റ്റ്മെന്റ് ആണ് ഇപ്പൊ മാർക്കറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഇന്നലെ കാർത്തിക് സാറ് ഒരു ലിങ്ക്ഡിൽ ഒരു പോസ്റ്റ് ഇട്ടു, ഞാൻ അതിന്റെ അടിയിൽ കൃത്യമായിട്ടൊരു മറുപടി തന്നു. ആ മറുപടിയിൽ ഞാൻ എന്താ എഴുതിയത്, നിങ്ങൾ പറഞ്ഞതൊക്കെ സ്വർണ്ണലിപിയാൽ എഴുതേണ്ട വാക്കുകളാണ്, പക്ഷെ 99% ആളത് വിശ്വസിക്കില്ല. 99% ആൾക്കാർ എന്താ പറയുക, ഇന്റെ കീവേഡ് റാങ്ക് ചെയ്ത് കിട്ടിയാൽ മതി, ഇക്ക് വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സെയിൽ വരൂ ഇറ്റ്സ് നൺ ഓഫ് മൈ ബിസിനസ്. ഇന്റെ ബിസിനസ് ഞാൻ എന്താ ചെക്ക് കീവേഡ് റാങ്ക് ചെയ്യണം. പക്ഷെ സത്യത്തിൽ ഈ കീവേഡ് എന്തിനാ റാങ്ക് ചെയ്യണത്, കീവേഡ് എന്തിനാ നമ്മൾ പൊസിഷൻ ചെയ്ത് കൊടുക്കുന്നത്? അവിടെ ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് ട്രാഫിക് വരാൻ വേണ്ടിയിട്ടാണ്. ഓർഗാനിക് ട്രാഫിക് വന്നാൽ മാത്രമേ മാർക്കറ്റിംഗിന്റെ ഡയസ്പോറിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് ഓർഗാനിക്കലി നടക്കണം, നമുക്ക് പെയ്ഡ് വെച്ച് നടക്കണം. ഇതൊക്കെ ഉദ്ദേശം എന്താണ്? സെയിൽസും അതുപോലെ തന്നെ ബ്രാൻഡ് അപ്ലിഫ്റ്റ്മെന്റ് നടക്കണം. ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇത് ബിസിനസ് അറിയണ്ടേ? അപ്പൊ ഇത് കുട്ടികൾക്ക് ശ്യാം സാർ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇത് മൊത്തം പഠിച്ചിട്ട് പുറത്തിറങ്ങാനൊന്നും പറ്റില്ല. പക്ഷെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താന്ന് വെച്ചാൽ, ഇത് മനസ്സിലാക്കിയതിന്റെ ശേഷം ഈ പറയുന്ന സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് എന്ത് ചെയ്യും, കൃത്യമായ രൂപത്തിൽ അവിടെ ഒരു ഡൈവേർജിങ് അവിടെ ഒരു അമാൽഗമേഷൻ പോയിന്റ് വരും. ആ പോയിന്റ് വന്നു കഴിഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടി കൃത്യം. കാരണം ഇത് ഞാൻ മനസ്സിലാക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, നോർത്ത് ഇന്ത്യയിലെ കുറെ കമ്മ്യൂണിറ്റികളിൽ ഞാൻ മെമ്പറാണ്. അവിടെ ചെറിയ കുട്ടികൾ ചോദിക്കണം കണ്ടാൽ നമുക്ക് സത്യത്തിൽ വഷളാവും. അവരിങ്ങനെ പറയും, ഞങ്ങളുടെ AOV ഇത്രയാണ്, ACOS ഇത്രയാണ്, മറ്റത് ഇത്രയാണ്, ഇത് ഇത്രയാണ്, ഞാനിപ്പോൾ ഒരു ഇന്ന നീശിൽക്ക് ഇറങ്ങണം, അവിടുത്തെ ബെഞ്ച് മാർക്ക് കൊണ്ടാ ഞാൻ ഇന്ന ആഡ് ചെയ്യാൻ പോണ്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ മക്കൾക്കൊന്നും ഇതൊന്നും അറിയില്ല. നമ്മളെ മക്കൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് തന്നെ എങ്ങനെ പ്ലേസ് ചെയ്യേണ്ടി എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവണില്ല. പിന്നെ ഇപ്പൊ ഞാൻ വേറൊരു അങ്ങനെ ഇപ്പൊ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി കൊണ്ട് ഈ ശ്യാം സാറ് കുറെ, നിങ്ങളും കാർത്തികൊക്കെ എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അതിന് വളരെ സംഭാവന ചെയ്തു. ഷെബിൻ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വാക്കാണ് ഷെബിന്റെ. വളരെയധികം നമുക്ക് വളരെ വലിയ സംഭാവന ചെയ്തു തന്ന വ്യക്തിയാണ് ഷെബിനാണ്. സത്യത്തിൽ പറഞ്ഞാൽ അക്ഷിനെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് കൊടുത്തിക്കണ്.
അക്ഷിൻ പിന്നെ വേറെ കണ്ട അക്ഷിൻ അദ്ദേഹത്തിന്റെ തിരക്ക് കാരണമാണ് അദ്ദേഹം കമ്മ്യൂണിറ്റിയിൽ കൂടുതൽ അദ്ദേഹത്തിന് സംഭാവന ചെയ്യാൻ പറ്റും. പക്ഷെ ഷെബിൻ വളരെ കൃത്യമായിട്ട് തുടക്കത്തിലൊക്കെ വളരെ വലിയ സംഭാവന. ഷെബിൻ ഒരിക്കൽ എൻ്റെ അടുത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഷെബിന്റെ പേര് ഞാൻ പറയാൻ കാരണം, ഷെബിൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ലത്തീഫ് ഭായ് ഞാനൊരു ക്ലാസ് വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനന്ന് കോഴിക്കോടാണ്. ഞാൻ ചോദിച്ചു എന്താ വിഷയം എന്നൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചാൽ, ഒന്നുമില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ എൻ്റെ കമ്പനിയിൽ ഫേസ് ചെയ്ത കുറച്ച് ചലഞ്ചുകൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ അതിനെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്നും സംസാരിക്കാന്ന്. അങ്ങനെ മൂപ്പര് 2.5 മണിക്കൂറോളാണ് ആ കമ്മ്യൂണിറ്റിയിൽ അന്ന് വെറുതെ ഒരു ക്ലാസ് എടുത്ത്. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ആൾക്കാരാണ് ഇന്ന് കേരളത്തിൽ ഒരു എക്കോസിസ്റ്റം. ഇപ്പൊ നിങ്ങൾ രണ്ടാളും അതിൽ വലിയ സംഭാവന ചെയ്ത ആളാണ്. കാർത്തിക് ഭായി കണ്ടന്റ് റൈറ്റിംഗിന്റെ വിഷയത്തിലാണെങ്കിൽ, ഓഫ് പേജ് SEOന്റെ വിഷയത്തിലാണെങ്കിൽ, ശ്യാം സാറ് ടെക്നിക്കൽ. ശ്യാം സാറ് പറഞ്ഞൊന്നും എനിക്ക് പിന്നെ മനസ്സിലാവാറില്ല, അതുകൊണ്ട് ഞാൻ അതിന് മറുപടിയും പറയാറില്ല. കാരണം എന്താ വെച്ചാൽ ഇക്ക അറിയണ പണിയല്ല, ഇക്ക അറിയണ സാധനമല്ല. ഞാൻ അറിയാത്ത വിഷയങ്ങൾ ഞാൻ മിണ്ടാതിരിക്കല പതിവുള്ളൂ. പക്ഷെ ഞാൻ ആ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാം. അതായത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആൻസർ ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. അതായത് പുതിയതായിട്ട് വരുന്ന ഈ കുട്ടികളുടെ മുന്നിലേക്ക് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവർ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് പല ടെക്നിക്സ്, ഈവൻ ഫിലിം പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന ആ രീതിയിലുള്ള ടെക്നിക്സ് പോലും യൂസ് ചെയ്യാറുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പല രീതിയിൽ ഏതൊക്കെ മേഖലകളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാമോ ആ രീതിയിലൊക്കെ പെനിട്രേറ്റ് ചെയ്തിട്ട് ആളുകളെ ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു പാവം സ്റ്റുഡന്റ് ചോദിച്ച ആ ചോദ്യം തന്നെയാണ് എന്റെ മനസ്സിലുള്ളത്. എങ്ങനെ ഇതിനകത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നല്ല മെന്റേഴ്സിനെ ഇവർ തിരിച്ചറിയും? ഇത് പ്രാക്ടിക്കൽ ആയിട്ടൊരു സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് ഒരു കോഴ്സ് ആദ്യം ചെയ്യണമെന്ന് വിചാരിച്ച് വരുന്നവരടുത്ത് എനിക്ക് പ്രധാനമായിട്ടും പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കേസ്, ഒരിക്കലും നിങ്ങൾ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ടോ അതല്ലെങ്കിൽ നമ്പർ 2 അവരുടെ വെബ്സൈറ്റിലെ ഡീറ്റെയിൽസ് കണ്ടതുകൊണ്ടോ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഗൂഗിൾ റിവ്യൂസിന്റെ ഞെട്ടിക്കുന്ന കൗണ്ടും അതിനകത്ത് ഞെട്ടിക്കുന്ന റിവ്യൂസും കണ്ടുകൊണ്ടോ നെവർ എവർ ജഡ്ജ്. കാരണം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേംസ് ആണ്, നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാം. അവർ സോഷ്യൽ മീഡിയ റീലുകളുടെ എല്ലാ അക്കൗണ്ട്. കാരണം അവരുടെ മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന സ്ഥാപനം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇതിലാണ്. ആ നമ്പറുകള് കൂട്ടുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അതിനകത്ത് വളരെ അപ്പോ പറയുന്ന ആ അക്കൗണ്ടുകൾ കണ്ടതുകൊണ്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. എത്ര വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലിരുന്നാലും എന്ത് വലിയ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉള്ളിലിരുന്നു കഴിഞ്ഞാലും ആക്ച്വലി നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു 1-to-1 ആണ്. നിങ്ങളുടെ ഒരാളാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ ആ ബിൽഡിങ്ങോട് ആ റിവ്യൂസ് ഒന്നും അല്ല. ഒരാളാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരുന്നത്. ചിലപ്പോൾ മൾട്ടിപ്പിൾ ട്രെയിനേഴ്സ് ഉണ്ടാവാം. അപ്പോ എത്ര ഇതാണെങ്കിലും പഠിപ്പിക്കുന്ന ആളുടെ ഇതിനകത്തുള്ള ഒരു സ്കിൽ സെറ്റ് പോലെ ഇരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ലാസ്റ്റ് കിട്ടുന്ന നോളജ്. അപ്പൊ ഈ അടുത്ത് കാർത്തികന് ഓർമ്മ ഉണ്ടാവും, നമ്മുടെ ഒരു ഗ്രൂപ്പില് ഒരു SEO ഒരു ട്രെയിനർ പറഞ്ഞു കൊടുക്കാൻ പാടില്ലാത്ത പോലത്തെ ഒരു പ്രത്യേക റാങ്കിങ് ഫാക്ടർ, നമ്മൾ ആരും കേൾക്കാത്ത ഒരു റാങ്കിങ് ഫാക്ടർ, ഇത് ഇങ്ങനെ സൈറ്റ് എന്താവട്ടെ, പക്ഷെ നമ്മൾക്ക് ആർക്കും അറിയില്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു അത്. അത് തെറ്റാണ് 100%. അത് എവിടെയും പ്രൂവ് ചെയ്യാനായിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് പ്രൂവ് ചെയ്യാൻ. അപ്പോ ഞാൻ അന്നേരം ആലോചിച്ചൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പറഞ്ഞു കൊടുത്ത ട്രെയിനർ അയാളുടെ ജോലി ചെയ്തു, സാലറി ചെയ്തു, അയാൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷെ പുള്ളിയുടെ നോളജ് അല്ലെ സ്കിൽസ് ലിമിറ്റഡ് ആണ്. മിക്ക ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ഒരു പ്രവണത തൊട്ടു മുമ്പ് അവിടെ പഠിച്ച പല ആൾക്കാരും പിന്നീട് പഠിക്കുന്നതാണ്. നോർമലി നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു ട്രെയിനിങ്ങിന്റെ ഫീസ് കുറയ്ക്കണം എന്നുണ്ടെങ്കിലോ മറ്റു പലതും കുറയ്ക്കണം എന്നുണ്ടെങ്കിലോ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് ബുദ്ധിപൂർവ്വം ആലോചിച്ച് കഴിഞ്ഞാൽ റെന്റ് കുറയ്ക്കാൻ അവർക്ക് സാധിക്കില്ല, കറണ്ട് ബില്ല് കുറയ്ക്കാൻ അവർക്ക് സാധിക്കില്ല, ഒന്നും കുറയ്ക്കാൻ സാധിക്കില്ല. അവർക്ക് കുറയ്ക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ട്രെയിനറിന്റെ ഫീസാണ്. ബാക്കി എവിടെയും ഒരു ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു കൊടുത്ത് ക്യാഷ് കുറയ്ക്കാൻ സാധിക്കില്ല. മാർക്കറ്റിംഗ് അപ്പൊ ഈ ഫീസ് കുറയ്ക്കണം എന്ന തോന്നലിൽ നിന്ന് എവിടെയാണ് ഇതാക്കുക? ട്രെയിനറുടെ ഫീസ് കുറയ്ക്കുക. അവിടെ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഒരു ഇത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ വളരെ തിരക്കേറിയ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എത്ര പേരാണ് ഈ എമൗണ്ട് കുറവിന് ഒരു സ്ഥാപനത്തിൽ പോയി എന്ന് പഠിപ്പിക്കാൻ പറ്റുക? എന്റെ അറിവിൽ എനിക്ക് തോന്നുന്നില്ല. അപ്പോ ഇതിനൊന്നും ഒരു സ്ഥാപനത്തിനും ഇതായിട്ട് പറയുന്നതൊന്നുമല്ല. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ട്രെയിനിങ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചും ഇതെല്ലാം ഇരിക്കുകയാണ്. പക്ഷെ ട്രെയിനിങ് ആദ്യമായിട്ട് ചെയ്യാൻ ഇരിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസുകൾ, നിങ്ങൾ ഇത്ര നമ്പേഴ്സ് ഒന്നും ഒരു റെഫറൻസ് ആയിട്ട് വെക്കരുത്. നേരത്തെ പറഞ്ഞ റിവ്യൂ കൗണ്ട്സ് ഒന്നും റെഫറൻസ് ആയിട്ട് വെക്കരുത്. കാരണം ആയിരിക്കും മാനിപ്പുലേറ്റ് ചെയ്യാം. നിങ്ങൾ എവിടെയും നിങ്ങൾ കൗണ്ടർ ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ. അതിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലല്ല, ഏത് കോഴ്സിലാണെങ്കിലും നിങ്ങൾ ആ സ്ഥാപനത്തിനെ കൗണ്ടർ ചെയ്യണം. എന്നെ പഠിപ്പിക്കുന്നത് ആരാണ്, എന്നെ പഠിപ്പിക്കാൻ അവർക്കുള്ള യോഗ്യത എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. നമ്പർ 2, ഈ സിലബസിനെ ഇൻഡസ്ട്രിയിലുള്ള നിങ്ങൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഞാൻ അത് കണ്ടിട്ടുണ്ട്, ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയും തൂക്കി നോക്കിയാണ്. ഇവിടെ കൂടുതലാണല്ലോ, ഇവിടെ 100 മണിക്കൂർ, ഇവിടെ 150 മണിക്കൂർ ഓഫ്, ഇത് കൂടുതലാണല്ലോ.
അവിടെ ഭയങ്കര ആഘോഷങ്ങൾ നടക്കുന്നു, അതിന്റെ ഒരു ഇതൊക്കെ കാണുമ്പോൾ അവിടെ അടിപൊളിയാണ്. ഇങ്ങനെ അവരുടെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്യണം അവരുടെ ബ്രെയിനെ. അപ്പോ പുതുതായിട്ട് വരുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, സ്വല്പം ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ആരാണ്, അവനത് പഠിപ്പിക്കാനുള്ള യോഗ്യത എന്താണ്, അവന്റെ ഒരു എക്സ്പീരിയൻസ് ലെവൽ എന്താണ് എന്ന് ആദ്യം ചെക്ക് ചെയ്യുക. രണ്ടാമത്, ഒരു സ്ഥാപനത്തിന്റെ സിലബസിനെ ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് ഒരു 2-3 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കാണിക്കുക, എങ്ങനെയുണ്ട് ഈ സിലബസ്, ഇത് പഠിച്ചതുകൊണ്ട് എനിക്ക് ഈ ഫീൽഡിലേക്ക് നല്ലൊരു എൻട്രി കിട്ടുമോ, ബെസ്റ്റ് അത്ര നോക്കുക. മെയിൻ ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഫീസ് കുറവ്, നമ്പർ ഓഫ് റിവ്യൂസ്, വെബ്സൈറ്റിലെ ഭംഗി, ആഡംബരങ്ങൾ, അത്യാഡംബരങ്ങളായ പരസ്യങ്ങൾ, ഇതൊന്നും കണ്ട് നിങ്ങൾ വീഴരുത്. നിങ്ങൾ വീണിട്ടുണ്ടെങ്കിൽ അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്, ഒരു ബിസിനസ്സാണ്. നിങ്ങൾ ക്വാളിറ്റിയിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. ക്വാളിറ്റിയിൽ രണ്ടൊന്നും നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഒരു ഏരിയ എന്ന് പറയുന്ന പോലെയാണെങ്കിൽ അവര് തനിയെ പറയും, അവർക്ക് അവരുടെ കോഴ്സിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ അത്രയധികം ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. അത് തന്നെ അവിടെ പഠിച്ചവർ ആവശ്യമില്ല ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ അവിടെ കുറെ അധികം ആൾക്കാർ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മറ്റുള്ളവരെ റെഫർ ചെയ്യാത്തത്? അങ്ങനെ പിന്നെ അഡ്വർടൈസ്മെന്റ് വേണ്ടല്ലോ. ഒരു 5000 പേര് ഒരു സ്ഥാപനത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഈ 5000 പേര് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ റെഫറൻസ് മാത്രം പോരെ അവരുടെ അത് ഫുള്ളാകാനായിട്ട്? പിന്നെ എന്തിനാണ് അവർ പിന്നെയും അത്രമാത്രം അഡ്വർടൈസ്മെന്റ് ചെയ്യേണ്ടി വരിക? കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുക. പക്ഷെ ഒരു സ്ഥാപനത്തിനും മോശമായിട്ട് പറയാൻ പറ്റില്ല, എല്ലാ സ്ഥാപനങ്ങളും നല്ലത് തന്നെ. കാരണം എല്ലാവരും നല്ല ഉദ്ദേശത്തോടുകൂടി തന്നെ ഇരിക്കുന്നത്. ചീറ്റിംഗ് ആയിട്ടുള്ളത് ഉണ്ടാവും, എന്റെ അറിവിൽ ഇല്ല. 1-2 ഉണ്ട്, പേരെടുത്ത് പറയുന്നില്ല. ബാക്കി എല്ലാവരും നല്ല ഉദ്ദേശത്തിൽ തന്നെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. കമ്പയർ ചെയ്യുമ്പോൾ ചുമ്മാ ഈ റിവ്യൂ കൗണ്ട്സ്, മറ്റേത് ഫേസ്ബുക്കിലെ ഫോളോവേഴ്സ്, നമ്മുടെ സിലബസിന്റെ തൂക്കം, ഇതൊക്കെ മാറ്റി നിങ്ങൾ രണ്ട് കാര്യം നോക്കുക. എന്തൊക്കെ പഠിപ്പിക്കുന്നു അത് നിങ്ങൾക്ക് അറിയാൻ വഴിയില്ല. നേരത്തെ ലത്തീഫായി പറഞ്ഞ പോലെ ആരെങ്കിലും വെച്ച് വിവരമുള്ള ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. 2, ആര് പഠിപ്പിക്കുന്നു. അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒന്നല്ല, ഏത് കോഴ്സിനും ആര് പഠിപ്പിക്കുന്നു. ബാക്കിയുള്ള ഓഫറിങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോ കാർത്തിക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, പലരുടെയും സൈറ്റുകളിൽ മറ്റേ ഓഫറായിട്ട് ഇടുന്നതാണ് ഗൂഗിൾ സർട്ടിഫിക്കേഷൻ. അതെ, ഗൂഗിൾ മാത്രമല്ല, ഏകദേശം സർട്ടിഫിക്കേഷൻ ലോകത്തുള്ള എല്ലാ സർട്ടിഫിക്കേഷനിലും അതിനകത്ത് വരും. ഇത് തെറ്റിദ്ധാരണയാണ്. അതായത് ഇത് വായിക്കുന്ന ഒരാൾക്ക് തോന്നും, ഒരു പയ്യന് തോന്നും, ദൈവമേ ഈ കമ്പനി ഗൂഗിൾ സർട്ടിഫിക്കേഷൻ, ആ സർട്ടിഫിക്കേഷൻ ഇതൊക്കെ ഈ കമ്പനി കൊടുക്കുന്നു. ഈ കമ്പനി ഇതൊന്നും കൊടുക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ ഇത് എഴുതിയെടുക്കാം. പക്ഷെ അത് കാണിച്ചു തരുന്നു കമ്പനി, നിങ്ങളുടെ ഇങ്ങനൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട് കേട്ടോ, എഴുതിക്കോ, കഴിഞ്ഞു. അവിടെയും വേറൊരു കാര്യമുണ്ട് ശ്യാം സാർ, ഈ സർട്ടിഫിക്കേഷനുകളൊക്കെ ഇതിനകത്തുള്ള ഒരു മാനിപ്പുലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഷോർട്ട് കട്ട്സ്, 40+ സർട്ടിഫിക്കേഷൻ എടുക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പല ആളുകളും സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇതൊക്കെ. പക്ഷെ എങ്കിലും നമുക്കിത് ഓപ്പൺ ആയിട്ട് പറയുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സർട്ടിഫിക്കേഷനിലൊക്കെ ഇതിന്റെ ക്വസ്റ്റ്യൻ ആദ്യം ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ എൻറോൾ ചെയ്തിട്ട് എക്സാം ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് മറ്റൊരു വെബ്സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇത് സർട്ടിഫിക്കേഷൻ എടുക്കുന്നു. ഒരു ഡാറ്റ എൻട്രി ലെവലിലുള്ള ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന 5 മിനിറ്റ് കൊണ്ട് എടുക്കാൻ പറ്റുന്ന 40+ സർട്ടിഫിക്കേഷനുകളാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് വെച്ചാല്, അല്ലേ, ശരിയല്ലേ അത്? അതായത് 100% നമ്മളിപ്പോ ഈ ഫീൽഡിൽ ഉള്ളത് കൊണ്ടും നമ്മൾക്ക് ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണ് ആളുകൾ എടുക്കുന്നതെന്നുള്ളത് നമുക്കത് മനസ്സിലാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ഇനി എന്റെ ലൈഫിൽ എന്ത് എന്നൊക്കെ പറഞ്ഞ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് സെലക്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് വന്ന ആൾക്കാർ ഇതൊക്കെ കണ്ടു കഴിഞ്ഞു. ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, ഗൂഗിളിന്റെ സർട്ടിഫിക്കേഷനാണ് അവന് കിട്ടുന്നത്. അവന് കിട്ടുന്നൊരു ഇതെന്താണ്, ശരിക്കും ഇന്റർവ്യൂവിന് പോകുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഈ സർട്ടിഫിക്കേഷന് ഒരു വരില്ല. കാരണം ഈ സർട്ടിഫിക്കേഷൻ ഒക്കെ എങ്ങനെയാണ് എഴുതിയെടുത്തതെന്ന് അറിയാവുന്ന ഒരാളാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഇപ്പൊ കാർത്തികിന് മുമ്പിൽ കാർത്തിക് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരാൾ പറയുകയാണ് എനിക്ക് ഗൂഗിൾ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കാർത്തികിന് ചിരി വരില്ലേ? സർട്ടിഫിക്കേഷൻസ് ഒന്നും മോശമാണെന്നും നമ്മൾ എന്നല്ല, കുട്ടികൾക്ക് സത്യത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിയിലെ കുറച്ച് ബെഞ്ച് മാർക്കുകളും മാർക്കറ്റിങ്ങിന്റെ ഒരു 30% വിവരവും ബാക്കി 70% അവർ ഈ പറയുന്ന സാങ്കേതികത്വത്തെ ഈ 30% എങ്ങനെ കൃത്യമായിട്ട് അതിനെ ബേസിക് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നു കുട്ടികൾ പഠിച്ചാൽ കുട്ടികൾക്ക് ജോലി കിട്ടാൻ ഒരു പ്രയാസമില്ല. കാരണം ഈ ഇൻഡസ്ട്രിയുടെ 2-3 സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ പറയാം. 19 കോടി ജനങ്ങളാണ് ഇന്ത്യയിൽ ഒരു മാസത്തിൽ ഇ കൊമേഴ്സിലൂടെ സാധനങ്ങൾ മേടിക്കുന്നത്. 19 കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഇ കൊമേഴ്സിലൂടെ ഒരു മാസത്തിൽ വസ്തുക്കൾ മേടിക്കുന്നുണ്ട്. 828 D2C കമ്പനികൾ ഇന്ത്യയിലുണ്ട്.
ഇ കൊമേഴ്സ് ഇൻഡസ്ട്രിയുടെ വലുപ്പം എന്ന് പറഞ്ഞത് ഏകദേശം $230 ബില്യൺ വ്യവസായമാണ് ഇന്ന് ഇന്ത്യയിൽ. നമ്മൾ ഇന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയും പേടിക്കണ്ട, ജോലി കിട്ടില്ല എന്നുള്ള ഒരു ബേജാറ് ഒരു കുട്ടിക്കും വേണ്ട. കാരണം എന്താ, ഇന്ന് തൊഴിലവസരങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ സുന്ദരമായ രാജ്യത്തുണ്ട്. നമ്മൾ ഗൾഫിലേക്കും പോണ്ട, ഗൾഫ് മോശമെന്നൊന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഗൾഫിനെക്കാട്ടിയൊക്കെ വലിയ ഒരു ഓഡിയൻസ് ബേസും അതിനു വേണ്ടി സാഹചര്യങ്ങളും ഇന്ന് ഇന്ത്യയിലുണ്ട്.